എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ്. ഒരു പി എൻ ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസിങ് എങ്ങനെ നടത്താം എന്നാണ് അടുത്ത് പഠിക്കാൻ പോണത്. അപ്പം നമ്മൾ ഒരു സാധാ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ചേർന്നതാണ് സാധാ പി എൻ ജംഗ്ഷൻ. അപ്പം പി എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, എൻ എന്ന് പറയുന്നത് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ജംഗ്ഷനിലാണെങ്കിൽ ഡിഫ്യൂസേഷൻ നടന്നിട്ട് ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് ഇപ്പുറത്തെ ഈ സൈഡിൽ വരും, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ഈ സൈഡിൽ വരും. ആ ജംഗ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ സൈഡില് നെഗറ്റീവ്, ഇവിടെ എല്ലാം നെഗറ്റീവ്, ഇവിടെ എല്ലാം പോസിറ്റീവ്. ആ ജംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ വെറുതെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് വരും, ഇവിടെ നിന്നുള്ള പോസിറ്റീവ് ചാർജ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഫോം ചെയ്യും. അതിനെ പറയണതാണ് ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് അതിനെ പറയുന്നത്. ഡിപ്ലീഷൻ റീജിയൻ അങ്ങനെയാണ് അതിനെ പറയുന്നത്. അപ്പം ആ ഒരു സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടും പോകില്ല, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടും പോകില്ല. അപ്പൊ നമുക്ക് ഇതിനെ കണ്ടക്ഷൻ പിന്നീട് അങ്ങോട്ട് നടക്കൂല, കാരണം ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കൂല. അപ്പം നമുക്ക് ഇതിനെ ഓവർകം ചെയ്യണം. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസിങ് ഒന്നുമില്ല, ഈ പ്ലെയിൻ നമ്മളൊരു ബാറ്ററിയുടെ പോസിറ്റീവിനെ എടുത്ത് പി റീജിയനിൽ കണക്ട് ചെയ്യും, ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എടുത്ത് എൻ റീജിയനിൽ കണക്ട് ചെയ്യും. അപ്പം ഇവിടെയും പി റീജിയനിലെല്ലാം പോസിറ്റീവ്, ഇവിടെ എല്ലാം പോസിറ്റീവ് അല്ലേ, ഇവിടെയും പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്. പോസിറ്റീവും വന്ന് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് പോസിറ്റീവ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോസിറ്റീവ് കൊടുക്കുന്ന സമയത്ത് ഈ പോസിറ്റീവിനെ തള്ളാൻ തുടങ്ങും. തള്ളിയിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ ഈ പോസിറ്റീവിനെ തള്ളി ഇവിടെ നിന്ന് ഈ ഡിപ്ലീഷൻ റീജിയനെ ഓവർകം ചെയ്ത് ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോകാൻ തുടങ്ങും. അതേപോലെ നമ്മൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ് ഈ സൈഡ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഈ നെഗറ്റീവ് ഇവിടെ നിന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജ് ഈ നെഗറ്റീവിനെ പുഷ് ചെയ്ത് ഇങ്ങോട്ടാക്കാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ ഒരു കണ്ടക്ടിവിറ്റി ഫ്ലോ ആണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നടക്കും. അതിനെയാണ് ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പി എൻ ജംഗ്ഷന്റെ പി റീജിയനെ നമ്മൾ പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യും, എന്ത് ചെയ്യും, നെഗറ്റീവ് ടെർമിനൽ. അതിന്റെ ഗ്രാഫ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, വി വേഴ്സസ് ഐ വി. അപ്പൊ നമ്മൾ ഫസ്റ്റ് കറണ്ട് കുറച്ച് ഇൻക്രീസ് ചെയ്യുള്ളൂ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാരിയർ ഉണ്ടല്ലോ, ഈ ബാരിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കറണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബാരിയർ ഇല്ലാതായി കഴിഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലോ പെട്ടെന്ന് അങ്ങ് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യും, ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ ഗ്രാഫ് പറയുന്നത്.